ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലിയോ എന്നാണ്. ഞാൻ ചെറായി നിന്നാണ് വരുന്നത്. ഞാനൊരു യൂട്യൂബർ കൂടിയാണ്. അപ്പോൾ കുറേ കാലമായിട്ട് എൻ്റെ മുടി ഇങ്ങനെ കുറേശ്ശെ കൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. എൻ്റെ ഫാമിലിയിൽ എനിക്കാണ് ഒരു ഇത്തിരി കൂടി മുടി ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ കുറച്ച് മുടിയുള്ളത്, ബാക്കിയുള്ളവർക്കും കുറേ കൂടി ഇതായിട്ടുള്ള രീതിയിലാണ്. പക്ഷേ നമ്മളിങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയാസിലും മറ്റുള്ള നിൽക്കുന്ന സമയത്ത് മുടി കുറവാണെന്നൊരു ഫീലിംഗ് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ളൊരു ഇതിനകത്തോട്ട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, കുറച്ച് സ്ഥാപനങ്ങളൊക്കെ ഞാൻ നോക്കുകയുണ്ടായി. അതിനകത്ത് കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് ലാഡൻ സിറ്റിയിൽ ഞാൻ വന്നു, കംഫർട്ടായിരുന്നു, സംസാരിച്ചിരുന്നു. ഇന്നിപ്പോൾ എൻ്റെ സർജറി കഴിഞ്ഞു. ഞാൻ ഏകദേശം ഒരു 3000-3500 ഗ്രാഫ്റ്റ് കൊണ്ട് എനിക്കത് ഫില്ല് ചെയ്യുമെന്നാണ് അന്ന് കൺസൾട്ടേഷൻ പറഞ്ഞ സമയത്ത് ഡോക്ടർ പറഞ്ഞത്. ഒരു 5000 ഗ്രാഫ്റ്റ് വരെ വെക്കാനുള്ളൊരു ഇത് എനിക്കുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ സേഫ് ഇതിൻ്റെ സോൺ എന്നുള്ളതിനകത്ത് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഏകദേശം ഒരു 3000-3000 ഗ്രാഫ്റ്റ് എടുക്കാം. ഫ്രണ്ടിൽ നിന്ന് കുറച്ച് കിട്ടാവുന്നിടത്ത് വരെ സേഫായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ശരി, ഓക്കെ, പെർഫെക്റ്റായിട്ട് ചെയ്യാവുന്ന കിട്ടാവുന്ന രീതിയിൽ അത് ചെയ്യുക. അല്ലെങ്കിൽ സെക്കൻഡ് ഇതിനകത്ത് സിറ്റിങ്ങിൽ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ മുന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് പോർഷൻ, ഞാൻ ക്രൗൺ ഏരിയ ഇത് ചെയ്തിട്ടില്ല, ലൈൻ, അതായത് ഫ്രണ്ട് ലൈൻ ഏരിയയാണ് ഇപ്പോൾ മൊത്തമായിട്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഒരു ഹെയറിൻ്റെ ഒരു സ്ഥിതി വെച്ചിട്ട് എൻ്റെ ഒരു 5th ഗ്രേഡ് എന്നാണ് എന്നോട് പറയേണ്ടത്. അപ്പോൾ 5th ഗ്രേഡിൽ എനിക്ക് 3000 ഗ്രാഫ്റ്റാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. അത് റിയൽ ടൈം FU ആയിരുന്നു. അതേപോലെ തന്നെ സഫയർ ബ്ലേഡാണ് ഞാൻ ഉപയോഗിച്ചത്. സഫയർ ബ്ലേഡിന് കുറേ കൂടിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റീസൊക്കെ ഉള്ളതിൻ്റെ പേരിലാണ് ഞാൻ ചൂസ് ചെയ്യുന്നുണ്ടല്ലേ. പിന്നെ റിയൽ ടൈം FUക്കും കൂടുതൽ നമ്മുടെ മുടികൾ നിലനിർത്താനുള്ള കപ്പാസിറ്റി കുറച്ചും കൂടുതലുള്ളതിൻ്റെ പേരിലാണ് ഞാൻ അതും ചൂസ് ചെയ്തത്. എനിക്ക് സർജറി ചെയ്തിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും വേറെ ഫീൽ ചെയ്തിട്ടില്ല. ആദ്യമേ വരുന്ന സമയത്ത് എനിക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ആ ടെൻഷനാണ്. ഞാനിവിടെ മുൻപ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വരുന്നിരിക്കുന്ന പേഷ്യൻസിൻ്റെ മുഖത്ത് നോക്കുന്ന സമയത്ത് അവരെല്ലാവരും വളരെ ടെൻഷനാണ്. എല്ലാവരുടെ മുഖത്ത് ഒരു ചിരിച്ചൊരു ഇത് കാണാറില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതെന്താണെന്നും ഒരു ആകാംക്ഷയും, പിന്നെ പല ആൾക്കാരും ജീവിതത്തെക്കുറിച്ച് ആകെ ഫേസിനെക്കുറിച്ച് അല്ലെങ്കിൽ വളരെ ആശങ്കകളിലാണ്. പല ആൾക്കാരും കല്യാണം കഴിക്കാത്ത യുവാക്കൾ അങ്ങനെയൊക്കെ ഉണ്ട്. പ്രായമുള്ള ആൾക്കാരും വരെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മൊത്തം ആ ഒരു ടെൻഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ആദ്യം എനിക്ക് ടെൻഷനും എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ സിറ്റിങ് വന്ന സമയത്ത് എനിക്ക് ആ ടെൻഷനൊന്നും ഉണ്ടായില്ല. ഡോക്ടർ ഹരിശങ്കറായിട്ട് സംസാരിക്കേണ്ടായി. ഓൾ ഓവർ എക്സ്പീരിയൻസ് എനിക്ക് വളരെ നന്നായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനൊരു മുടി വെക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പല ആൾക്കാരും തന്നെ സോഷ്യൽ മീഡിയയിലിടും, ഓൺലൈനായിട്ടും എല്ലാം സെർച്ച് ചെയ്തൊരു ഒരു ഇത് കണ്ടെത്തി, അല്ല ഒരു അറിവ് ബേസിക്കായിട്ടുള്ള അറിവ് നേടിയ ശേഷമായിരിക്കുള്ളൂ നിങ്ങൾ വരിക. എന്തായാലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്യുക. എന്തായാലും ഒട്ടും തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് മടിച്ച് നിൽക്കേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ല. ഓക്കെ, യുവാക്കളോടായിട്ട് പറയുന്നതിനാൽ നിങ്ങൾ എന്തെങ്കിലും ഹെയർ ഫോൾ തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം ഈ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിയിലേക്ക് പോവാതെ മറ്റുള്ള ചികിത്സ തേടുന്നതായിരിക്കും കുറച്ച് നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഡോക്ടറോട് സംസാരിച്ച ശേഷമുള്ള ഒരു അഭിപ്രായങ്ങളാണ് ഞാൻ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യുന്നത്. ഓക്കെ, എങ്കിൽ എന്തായാലും എനിക്ക് ഓൾ ഓവർ എക്സ്പീരിയൻസ് നല്ലൊരു ഇതായിരുന്നു.